പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ബ്രെഡ് വെച്ചിട്ട് ഒരു സൂപ്പർ ഐറ്റം ഉണ്ടാക്കി നോക്കാം. ഇത് വൈകുന്നേരം സ്കൂൾ വിട്ട് വരുന്ന കുട്ടികൾക്ക് എളുപ്പം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ഈവനിങ് സ്നാക്സ് ആണ്. അതിനായി ആദ്യം തന്നെ ബ്രെഡ് എടുത്ത് സൈഡെല്ലാം ഒന്ന് കട്ട് ചെയ്ത് മാറ്റി വെക്കാം. ബ്രെഡ് കട്ട് ചെയ്തെടുത്തിട്ടുള്ള ആ ഒരു സൈഡൊക്കെ കളയേണ്ട ആവശ്യമില്ല. ഒരു മിക്സിയുടെ ജാറിലിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കാം. ആ പൊടിച്ചെടുത്തിട്ടുള്ള ബ്രെഡ് ക്രംസ് വേറൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റി കൊടുക്കാം. ഇനി നമുക്ക് ബ്രെഡ് മുക്കി പൊരിക്കാൻ ആവശ്യമായിട്ടുള്ള മുട്ട വേണം. അതിനായിട്ട് ഞാനിവിടെ 2 മുട്ട എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ ചില്ലി ഫ്ലെക്സും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. എരിവൊന്നും കഴിക്കാത്ത കുട്ടികളൊക്കെ ആണെങ്കിൽ ഇതിലേക്ക് ഒന്നുകിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്താലും മതി. ഇതിപ്പം നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ തന്നെ വേണം നമുക്കിത് കിട്ടാനായിട്ട്. ഇനി ബ്രെഡ് എടുത്ത് മുട്ടയിലേക്കൊന്ന് ഡിപ്പ് ചെയ്ത് എടുക്കണം. അതിനായിട്ട് 2 ബ്രെഡ് ഇതുപോലെ കൂട്ടി വെച്ചിട്ട് വേണം എടുക്കാനായിട്ട്. ഇതിൻ്റെ സൈഡും എല്ലാ സൈഡും നന്നായിട്ട് തന്നെ കോട്ട് ചെയ്തെടുക്കണം. മുട്ടയിലേക്ക് കോട്ട് ചെയ്ത് എടുത്തതിന് ശേഷം ബ്രെഡ് ക്രംസിലേക്കിട്ട് ഒന്നുകൂടി ഒന്ന് കോട്ട് ചെയ്തെടുക്കണം. നമ്മൾ കട്ട്ലേറ്റൊക്കെ ഉണ്ടാക്കാൻ എടുക്കത്തില്ലേ, ആ ഒരു രീതിക്ക് തന്നെ വേണം കേട്ടോ എടുക്കാനായിട്ട്. ഇനി ഇത് ചൂടായിട്ടുള്ള എണ്ണയിലേക്കിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതുപോലെ ഇത് ഫ്രൈ ആക്കി എടുക്കാനായിട്ട്. ഇല്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. ഇനി ഇത് 2 സൈഡും തിരിച്ചും മറിച്ചു വിട്ട് ഒരു ഗോൾഡൻ കളർ ആകുന്നത് വരെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും, നമ്മൾ ഫ്രൈ ആക്കി എടുക്കുന്ന സമയത്ത് ആ ഒരു സെൻട്രൽ ഭാഗം നന്നായിട്ട് പൊന്തിച്ച് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ തന്നെയാട്ടോ വേണ്ടത്. ഇത് നമ്മൾ കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിലാണ് ഫില്ലിങ് നിറച്ച് കൊടുക്കുന്നത്. ഇതൊന്ന് കോരി മാറ്റാം. ഇതിപ്പം എല്ലാം തന്നെ ഇതുപോലെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനിയും ഇതിൻ്റെ ഫില്ലിങ്ങിന് വേണ്ടിയിട്ടുള്ള കുറച്ച് വെജിറ്റബിൾസ് എടുക്കാം. നിങ്ങളുടെ കയ്യിലുള്ള നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് വെജിറ്റബിൾസ് വേണമെന്നുണ്ടെങ്കിലും ഇതിലേക്ക് എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ ക്യാബേജ് ആണ് എടുത്തിട്ടുള്ളത്, പർപ്പിൾ കളർ ക്യാബേജ്. ഇതുണ്ടെങ്കിൽ ഇത് തന്നെ എടുക്കാം കേട്ടോ. പിന്നെ കുറച്ച് ക്യാപ്സിക്കം, തക്കാളി ഞാനിവിടെ കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ, കാരണം എൻ്റെ കുട്ടികൾക്ക് തക്കാളി അത്ര ഇഷ്ടമല്ല. അതുകൊണ്ട് ഒരു സവോള ചെറുതായിട്ട് അരിഞ്ഞത്, ക്യാരറ്റ് ചെറുതായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തതും കൂടെ എടുത്തിട്ടുണ്ട്. ഇനി ഒരു ബൗളിലേക്ക് ഇതെല്ലാം കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ അളവിൽ മയോണൈസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇവിടെ നല്ല ഉപ്പുള്ള മയോണൈസ് ആയിട്ടോ എടുത്തേക്കുന്നത്, അതുകൊണ്ട് ഇതിലേക്ക് എക്സ്ട്രാ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നില്ല. 1 ടേബിൾ സ്പൂൺ അളവിൽ ചില്ലി ഫ്ലെക്സും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ആക്കി എടുക്കണം. ഈ ഒരു പോക്കറ്റ് ഷവർമ ഉണ്ടാക്കുന്ന സമയത്ത് ഇതിലേക്ക് ചിക്കൻ വേവിച്ചത് വേണമെന്നുണ്ടെങ്കിലും ചേർത്ത് കൊടുക്കാം. ഒന്നുകിൽ ചിക്കന്, ഇല്ലെങ്കിൽ എഗ്ഗ്, പനീർ ഇതൊക്കെ വേണമെന്നുണ്ടെങ്കിലും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ കുട്ടികൾക്ക് ആയതുകൊണ്ട് വെജിറ്റബിൾസ് മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇനി നമ്മൾ ഫ്രൈ ആക്കി എടുത്തിട്ടുള്ള ആ ഒരു ബ്രെഡ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ബ്രെഡിൻ്റെ ഉൾഭാഗം ഇതുപോലെയാട്ടോ വരുന്നത്. നമ്മൾ കറക്റ്റായിട്ട് ആ ഒരു മുട്ടയിൽ പ്രസ് ചെയ്ത് ഡിപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ ഒരു ഉൾഭാഗം കിട്ടുള്ളൂ. ഇതിലേക്കാണ് നമ്മളിനി ഫില്ലിങ് നിറച്ച് കൊടുക്കാൻ പോകുന്നത്. ഒരുപാട് പ്രസ് ചെയ്ത് കൊടുക്കാതെ വളരെ സോഫ്റ്റായിട്ട് വേണം ഇതിലേക്ക് ഫില്ലിങ് നിറച്ച് കൊടുക്കാനായിട്ട്, ഇല്ലെങ്കിൽ ഇത് സൈഡിൽ നിന്ന് വിട്ടുപോകും. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ പോക്കറ്റ് ഷവർമ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. സ്കൂൾ വിട്ട് വരുന്ന കുട്ടികൾക്കൊക്കെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു കിടിലൻ സ്നാക്സ് ഐറ്റം ആട്ടോ ഇത്. മാത്രമല്ല കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തു വിടാനും പറ്റും. പച്ചക്കറികളൊന്നും കഴിക്കാത്ത കുട്ടികളാണെങ്കിൽ ഇതുപോലെയൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ തീർച്ചയായിട്ടും അവർ ആസ്വദിച്ച് കഴിക്കും. എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഇത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. ടേസ്റ്റിൻ്റെ കാര്യത്തിൽ പറയുകയും വേണ്ട, നല്ല സൂപ്പർ ടേസ്റ്റ് ആട്ടോ ഇതിന്. ഒരിക്കലുണ്ടാക്കിയാൽ തീർച്ചയായിട്ടും വീണ്ടും വീണ്ടും നിങ്ങളിത് ഉണ്ടാക്കും. ഇന്നത്തെ നമ്മുടെ ഈ ഒരു സ്നാക്സ് റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒന്നും ചെയ്യാൻ മറന്നു പോകരുതേ. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്